മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബോച്ചെ പുറത്തേക്ക്. തന്നെ കാണാൻ ആരും ജയിലിനടുത്ത് വരരുതെന്നും ബോച്ചെ ട്രസ്റ്റ് കോർഡിനേറ്റർമാർക്ക് താൻ ആദ്യമേ വിവരമറിയിച്ചിരുന്നെന്നും ബോച്ചെ പറഞ്ഞു. സാമ്പത്തിക സഹായം കിട്ടാതെ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി സഹായം ചെയ്യുമെന്നും തൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ആരെയും വിഷമിപ്പിക്കുന്ന തരത്തിൽ താനൊന്നും ചെയ്തിട്ടില്ലെന്നും ബോച്ചെ പറഞ്ഞു. ജയിലിലെ ചില ആൾക്കാർക്ക് വേണ്ടി ലീഗലി സാമ്പത്തിക സഹായം ചെയ്യുമെന്നും തനിക്ക് ഓർഡർ എത്താൻ വൈകിയതിനാലാണ് ഇന്നലെ ജാമ്യം കിട്ടിയിട്ടും പുറത്തേക്ക് വരാമെന്നും മനഃപൂർവ്വമല്ലാത്ത തൻ്റെ വാക്കുകൾ കൊണ്ട് തനിക്ക് വല്ലവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും താൻ ഒരിക്കലും നിയമവ്യവസ്ഥയെ ധിക്കരിക്കില്ലെന്നും ബോച്ചെ പറഞ്ഞു. താൻ ഒരിക്കലും നാടകമല്ല കളിക്കുന്നതെന്നും കോടതിയോട് ആരെങ്കിലും നാടകം കളിക്കുമോ എന്നും ബോച്ചെ പറഞ്ഞു. താൻ ആരുടെയും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയെ ബഹുമാനിക്കുന്നെന്നും ആർക്കെങ്കിലും തൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷമം തോന്നിയെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജാമ്യം കിട്ടാത്തവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യും. അവർ ചെയ്ത കാര്യം പരിശോധിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും തൻ്റെ ട്രസ്റ്റ് അതിനായി 1 കോടി മാറ്റിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഭാവിയിൽ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും വളരെ ശ്രദ്ധിക്കുമെന്നും ബോച്ചെ പറഞ്ഞു. തൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ താൻ പറഞ്ഞുവെന്നും കോടതി പറഞ്ഞപ്പോൾ തനിക്കത് ബോധ്യമായെന്നും അതിന് തിരിച്ചറിവ് വന്നെന്നും ഇനി ഏതു കാര്യം പറയുമ്പോഴും വാക്കുകൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പ്രയോഗിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ജയിലിൽ ജാമ്യം കിട്ടാതെ കുറേ ചെറിയ കുറ്റങ്ങൾ ചെയ്ത ഏകദേശം 26ഓളം പേർ തന്നെ വന്ന് കണ്ടുവെന്നും ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടാത്തതെന്നും അവരൊക്കെ 5000-10,000 രൂപയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് കിടക്കുന്നതെന്നും തൻ്റെ ജയിൽ മുറിയിൽ ഒന്നിച്ച് കിടന്ന ഒരാൾ ആർക്കോ എന്തോ കമൻ്റ് ഇട്ടതിനാലാണ് അയാൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നതെന്നും 6000 രൂപ അയാളുടെ കൈവശമില്ലാത്തതിനാലാണ് അയാൾക്ക് ജാമ്യമെടുക്കാൻ ആളുകളോ ഒന്നും എത്താതിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. താൻ പല രീതിയിലും ചാരിറ്റി ചെയ്യുന്നതെന്നും ആളായതുകൊണ്ട് ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളെ താൻ സഹായിക്കുമെന്നും അവരൊന്നും അത്ര ക്രിമിനൽ കുറ്റങ്ങളല്ല ചെയ്തതെന്ന് ബോധ്യമായാൽ മാത്രമേ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 1 കോടിയോളം ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനായി പൈസ നീക്കി വച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി ധിക്കരിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും തൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഹണി റോസിനെ ചുമതലപ്പെടുത്തിയെന്നും അവരെ അതിൻ്റെ മോഡലായി ക്ഷണിച്ചതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മാർക്കറ്റിംഗ് സെയിൽസ് പ്രൊമോഷന് വേണ്ടി മാത്രമാണ് ഹണി റോസിനെ വിളിക്കുന്നതെന്നും മറ്റു യാതൊരു ഉദ്ദേശവും തനിക്ക് ഇല്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.